അസ്സലാമലൈക്കും. നമ്മൾ പുതിയതായിട്ട് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ ആദ്യം ഇന്നലെ രാത്രി ഞാൻ മട്ട അരിയിലാണ് ഞങ്ങൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കട്ടെ. പലരും പല അരിയിലും വെക്കും, പക്ഷെ നമ്മൾ മട്ട അരിയിലാണ് ഉണ്ടാക്കൽ. ഇതിൽ ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് അരി പുതിർത്തി വെക്കുക. എന്നിട്ട് രാവിലെ മിക്സീൻ്റെ ജാറിലേക്ക് 3-4 ചെറിയുള്ളി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ നുറുക്കിയെടുക്കുക. നുറുക്കല്ല, കുറച്ച് അരിയും വേണം, കുറച്ച് തരിയും വേണം, അങ്ങനെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതിപ്പോൾ ലൂസിലല്ലേ ഉള്ളത്, അപ്പോൾ നമ്മളിത് കുറച്ച് ടൈറ്റാക്കി എടുക്കണം. അതിന് നമ്മൾ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇല്ലേ, അത് മിക്സാക്കി കൊടുക്കാം. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടതാണേ, നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് അരക്കേണ്ടത് അരി. എന്നിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് പൊടി ഇടണം. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ അതിലേക്ക് മിക്സാക്കി കൊടുക്കുക ഈ അരിപ്പൊടി. അപ്പോൾ ഇങ്ങനെ നല്ലോണം നോക്കണ്ട, ഇങ്ങനെ കുഴച്ചെടുക്കണം. നല്ലോണം ഇത് ടൈറ്റ് ഉണ്ടാവില്ല, കുറച്ച് ലൂസ് പോലെ ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിൽ നമ്മൾ കുഴച്ചെടുക്കണം. അരിപ്പൊടി നല്ലോണം മിക്സാക്കി ഈ രൂപത്തിലാക്കണം. അപ്പോൾ ചട്ടി വെച്ചിട്ട് നമ്മൾ നല്ല ഓയിൽ ചൂടാക്കി എടുക്കുക. നല്ലോണം ചൂടാണ് കേട്ടോ. എന്നിട്ട് ഇലയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. നമ്മളിത് ഇലയിലാണ് പരത്തുക. ഇത് ഇലയിൽ നെയ്യ് പുരട്ടി ഓരോ ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കുക. നല്ലോണം നൈസായിട്ട് പരത്തണം, കുറച്ച് കട്ടി വേണം കേട്ടോ. ഇങ്ങനെ പരത്തി വെക്കാം. അപ്പത്തിന് നമ്മൾ നെയ്യ് നല്ലോണം ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ച പത്തിലേക്ക് കൊടുക്കുക. നെയ്പ്പത്തിലാണ്. അത് നെയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ പൊന്തി വരാൻ, എന്നുവെച്ചാൽ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത പത്തിൽ ഇവിടുന്ന് പരത്തി വെക്കാം. അപ്പോൾ നെയ്പ്പത്തിൽ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. പൊന്തി വന്നാണ് നമ്മളല്ല കുറച്ചൊന്ന് വേവാനായി കിടന്നിട്ട്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം ഒന്ന് പൊരിയട്ടെ. ഇപ്പോൾ പത്തിലിതാ നല്ലോണം പൊരിഞ്ഞിട്ടാ. നല്ലോണം ബ്രൗൺ കളറൊന്നും വേണ്ട, ലൈറ്റ് യെല്ലോ ഷെയ്ഡ് മതി. എന്നിട്ട് നമുക്കത് കോരി വെക്കാം. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത പത്തിലിട്ടിട്ടുണ്ട്. പത്തിലിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പത്തിൽ നല്ലോണം പൊന്തി വരുമ്പോൾ മറിച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പത്തിൽ വെള്ളം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കാം, കോരിയെടുക്കാം. പത്തിൽ പൊരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവരെല്ലാം. ഇതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.